നമുക്ക് ദിവസം ഒരുപാട് മെയിലുകൾ വരും. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മെയിലുകളുണ്ടാവും. പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ സർക്കാരായിട്ട് ബന്ധപ്പെട്ട, ബാങ്കായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഓഫീസായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മെയിലിൽ കൂടിയാണ് കൈകാര്യം ചെയ്യുക 90% ആൾക്കാരും. അപ്പോൾ ഈ മെയിലുകൾ ഒരുപാട് വരുന്നേരം നമുക്ക് പ്രധാനപ്പെട്ട വീണ്ടും ആവശ്യമുള്ള മെയിലുകൾ സൂക്ഷിച്ച് വെക്കുക എവിടെയാണ്. അതിന് നല്ലൊരു ഓപ്ഷൻ, പുതിയൊരു ഫീച്ചർ ജിമെയിൽ വന്നി കേട്ടോ. അതൊന്ന് നോക്കാം. നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്താൽ, ജിമെയിലിട്ട് പോയി ജിമെയിൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇടത് ഭാഗത്ത് 3 ലൈൻ ഉണ്ട് മേലെ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ ക്രിയേറ്റ് ലേബൽ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്ന് കാണാം. ഇവിടെ ന്യൂ എഴുതിയിട്ടുണ്ട്. പുതിയ ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ ആ ന്യൂ അങ്ങ് പോകും കേട്ടോ. അതൊന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി എന്ത് പേരാണോ അതവിടെ എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് എന്ന് എഴുതുകയാണ്. ഡോക്യുമെൻ്റ് എന്ന് എഴുതിയിട്ട് അവിടെ സേവ് കൊടുത്ത് ഇനി ബാക്ക് വരിക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട മെയിൽ എന്താണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ പ്രധാനപ്പെട്ട മെയിൽ വരുന്നേരോ ഇങ്ങനെ അത് സെലക്ട് ചെയ്യുക. മേലെ 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ലേബൽ ആസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏതൊക്കെ ലേബൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിക്കോ അതൊക്കെ ഇവിടെ കാണിക്കും. ഡിഫാൾട്ടായിട്ട് ഇൻബോക്സ് ഉണ്ടാകുക, അത് ഡോക്യുമെൻ്റ് എന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടി വേണ്ടാലോ, ഇൻബോക്സ് അങ്ങ് ഒഴിവാക്കി കളയുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇൻബോക്സ് എന്നുള്ളത് ഒഴിവാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇവിടെ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇൻബോക്സിൽ ഇവിടെ അത് ഉണ്ടാവില്ല. ഇനി എവിടെ ഉണ്ടാവുക? ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നേരെ ആ 3 ലൈന് ക്ലിക്ക് ചെയ്യുക, താഴേക്ക് പോവുക. ഇവിടെ ക്രിയേറ്റ് ലേബൽ എന്നുള്ളതിൻ്റെ തൊട്ടതായ നമ്മൾ കൊടുത്ത ആ പേര് ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ടാവും, അതിലുണ്ടാകുക. അത് ഞാനിപ്പോൾ 4 സെലക്ട് ചെയ്ത് 4 ഇവിടെ ഉണ്ട്. ഇനി വേറെ എവിടെയും നോക്കി എടുക്കണ്ട, ഒന്നും പോവുകയില്ല, തിരഞ്ഞെടുക്കാനൊന്നും സമയം മെനക്കെടണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഉപകാരമാണെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്ക് ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.